ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രേവതി നമ്മുടെ സച്ചിയെയും കൂട്ടി മണ്ഡപത്തിൽ നിന്നും പോവാണ്. നല്ലൊരു കാര്യം നടന്നെടുത്ത് സച്ചി കാരണം ഇനിയൊരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്നോർത്ത് രേവതി കൂട്ടിക്കൊണ്ടു പോവാണേ. അപ്പോഴേക്കും ശ്രുതിക്ക് സമാധാനമാവുന്നുണ്ട്. ഹാവോ, വീട്ടിലുള്ള എല്ലാവരും പോയി, ഇനി ഈ വിവരം ബീരാനോട് പറയാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി നേരെ ബീരാനിക്കയോട് പോയിട്ട് പറയുവാണേ, ബീരാനിക്ക ഇനി ഇങ്ങനെ നിൽക്കുകയൊന്നും വേണ്ട, മണ്ഡപത്തിലോട്ട് പോയിക്കോ, പോയി ഫെബിൻ്റെയും മാളുവിൻ്റെയും കൂടെ നിന്ന് അവരെ ആശീർവദിച്ചിട്ടൊക്കെ വാന്ന് പറയുമ്പോഴേക്കും ബീരാൻ ഇങ്ങനെ നോക്കുവാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സച്ചിൻ രേവതിയൊക്കെ പോയി, അവർ മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരും പോയി, ഇനി ബീരാനിക്കൊക്കെ ധൈര്യമായിട്ട് പോകാമെന്ന് പറയുമ്പോഴേക്കും ബീരാന് സമാധാനമാവാണ്. അപ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട്, ഹോ, ഇപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്, എനിക്ക് സമാധാനമായി, ഇനിയെങ്കിലും എനിക്ക് മനസമാധാനത്തോടു കൂടെ അവരുടെ കൂടെ പോയി നിൽക്കാമല്ലോ എന്നോർത്ത് ബീരാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണ്. ശ്രുതിയെ സന്തോഷിക്കുവാണ്. അങ്ങനെ ആ വിശേഷം അവരോട് പറഞ്ഞ് കഴിയുമ്പോഴേക്കും ശ്രുതിയും ആ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങുവാണ്. എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് ശ്രുതി. പക്ഷേ സച്ചിൻ രേവതിയും വീട്ടിലെത്തണേക്ക് മുമ്പ് തന്നെ നമ്മുടെ അശോകൻ അങ്കിൾ വിളിക്കുവാണ് മണ്ഡപത്തിൽ നിന്നും. വേറൊന്നുമല്ല, ഇറങ്ങാൻ നേരമാകുമ്പോഴേക്കും നമ്മുടെ മാളു രേവതിയെ അന്വേഷിക്കുന്നുണ്ട്. രേവതി ചേച്ചി എവിടെ, രേവതി ചേച്ചി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നാണല്ലോ, അവരെവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴേക്കും അശോകൻ അങ്കിൾ പറയുന്നുണ്ട്, ശരിയാണല്ലോ, ഈ സച്ചിയും കാണാനില്ല, വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചിയെ വിളിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അങ്കിളെ ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി എന്ന് പറയുമ്പോഴേക്കും അശോകൻ അങ്കിൾ പറയും, മടങ്ങിയെന്നോ, ഇതെന്ത് പണിയാ സച്ചി, ഞാൻ പറഞ്ഞതല്ലേ കല്യാണം കഴിഞ്ഞ് ചടങ്ങുകളൊക്കെ തീരണ വരെ നിങ്ങൾ കൂടെ തന്നെ വേണമെന്ന്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അങ്കിളെ സച്ചിയേട്ടൻ കാരണം അവിടെ ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പോഴേക്കും അശോകൻ അങ്കിൾ പറയും, എന്ത് പ്രശ്നം, അല്ല രാവിലെ സച്ചിയേട്ടൻ അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അവരതിൻ്റെ പക വീട്ടാൻ വേണ്ടി നടക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും അശോകൻ അങ്കിൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ പറയുന്നത്, അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു, ഞാൻ പറഞ്ഞായിരുന്നില്ലേ നമ്മുടെ ഫെബിൻ്റെ മാമൻ, ആള് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, അവർക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട്, ഞാനേ അവരോട് പോയി ഈ വിവരങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ ആ 2 പേര് ഭയങ്കരമായിട്ട് മാളുവിനെ പറ്റി മോശം അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും ബീരാനിക്ക പിന്നെ ഒന്നും നോക്കില്ല, അവർക്കിട്ട് കൊടുക്കേണ്ടത് കൊടുത്തു എന്നൊക്കെ അശോകനങ്ങൾ പറയുമ്പോഴേക്കും സച്ചിക്കും രേവതിക്ക് സമാധാനമാവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ആണോ, ഞാൻ ആ വിഷയത്തിൽ പേടിച്ചിട്ടാണ് സച്ചിയേട്ടനെയും കൂട്ടി വന്നത്, എന്നാൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് തിരിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചിൻ രേവതിയും കൂടി നേരെ കാറ് മണ്ഡപത്തിലോട്ട് തിരിക്കുകയാണ്. നമ്മുടെ ബീരാനിക്ക ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. ഇവരെല്ലാവരും പോയ സന്തോഷത്തിൽ ബീരാനിക്ക ഫെബിൻ്റെയും മാളുവിൻ്റെയും കൂടെയൊക്കെ നിൽക്കുന്നുണ്ട്. അവരെ അനുഗ്രഹിക്കുന്ന ടൈമിലാണ് നമ്മുടെ സച്ചിൻ രേവതി മണ്ഡപത്തിലോട്ട് കയറി വരുന്നത്. മണ്ഡപത്തിലോട്ട് കയറി വരുന്നതും ബീരാൻ അനുഗ്രഹിക്കുന്നതും ഒന്നിച്ചാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ദേ നോക്കിക്കേ. അപ്പോൾ സച്ചി നോക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ അങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനല്ലേ. അപ്പോൾ സച്ചി പറയും, അതേ രേവതി, ഇയാൾ എന്താ ഇവിടെ. അപ്പോൾ രേവതിക്കും അറിയില്ലല്ലോ എന്താ ഇവിടെ, ഇവരുടെ റിലേഷനാണോ എന്താണോ ഒന്നും അറിയത്തില്ല. സച്ചി അശോകൻ അങ്കിളുടെ അടുത്തോട്ട് പോവുകയാണേ. അപ്പോൾ സച്ചി ഇങ്ങനെ നടന്നു വരുന്നത് നമ്മുടെ ബീരാൻ കാണുവാണ്. ബീരാൻ അത് കാണുമ്പോഴേക്കും ഭയങ്കര ഷോക്കാവാണ്. ബീരാൻ വിചാരിക്കും, ശ്രുതിയല്ലേ പറഞ്ഞത് ഇവരൊക്കെ വീട്ടിലോട്ട് തിരിച്ചു പോയെന്ന്, പിന്നെ ഇതെന്താ ഈ സച്ചിൻ രേവതി പിന്നെ വീണ്ടും എന്തിനും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നേന്നോർത്ത് ബീരാൻ അങ്ങോട്ട് ടെൻഷൻ കയറുവാണ്. ഒന്നും മിണ്ടാതെ ബീരാൻ അവിടെ പരിങ്ങി നിൽക്കുവാണേ. അപ്പോഴേക്കും സച്ചി അശോകൻ അങ്കിളുടെ അടുത്തെത്തുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, അശോകൻ അങ്കിളെ ആരാ അതെന്ന് ചോദിക്കുമ്പോഴേക്കും അശോകൻ അങ്കിൾ പറയുന്നുണ്ട്, അതോ അതാണ് നമ്മുടെ ഫെബിൻ്റെ മാമൻ, ഒരേ ഒരു മാമൻ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി നോക്കിയിട്ട് ഇത്ര നേരമായിട്ട് സാധിച്ചില്ല, ജയദീപേ ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശോകൻ അങ്കിള് ബീരാനിക്കയെ വിളിക്കുവാണേ. അശോകൻ അങ്കിള് വിളിക്കുമ്പോഴേക്കും ബീരാൻ പരിങ്ങി സച്ചിയുടെയും രേവതിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ഇതാണ് നമ്മുടെ ഫെബിൻ്റെ മാമൻ, ഞാൻ പറഞ്ഞിട്ടില്ലേ നാട്ടിലെ ഫേമസ് ഇറച്ചിക്കട, അത് ഇവരുടെയാ, വളരെ തങ്കപ്പെട്ട മനുഷ്യനാണെന്നൊക്കെ പറയുന്നുണ്ട്. നേരത്തെ സച്ചിയായിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ല ആ 2 പേര്, അവരെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തിട്ട് ദേ ഈ ജയദീപൻ വിട്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി രേവതിയും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണേ ബീരാനെ. ബീരാൻ തലയും കുമ്പിട്ട് ഇങ്ങനെ പരിങ്ങി നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ അശോകനങ്ങൾ പറയുന്നുണ്ട്, തങ്കപ്പെട്ട മനസ്സാണ് കേട്ടോ ഇയാളുടെ, അത് മാത്രമല്ല കുറേ നാടകങ്ങളും സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ആളുകൾ സ്നേഹത്തോടെ ബീരാനിക്കാന്നാണ് വിളിക്കുന്നതെന്നും അശോകനങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതി അവിടെ ടാക്കുന്നുണ്ട്, പിന്നെ ഈ ബീരാനിക്കയുടെ നാടകങ്ങൾ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരു ഇളയച്ചൻ്റെ വേഷം ചെയ്തായിരുന്നില്ലേ, ആ വേഷം അടിപൊളിയായിരുന്നു, ആ നാടകവും ഞങ്ങൾക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിൻ കൂടെ നിന്ന് ആക്കുന്നുണ്ട്, ശരിയാ രേവതി, ഞാനും ആ നാടകം കണ്ടിട്ടുണ്ട്, ഗംഭീരമായിരുന്നു ഇളയച്ചൻ്റെ പ്രകടനം എന്നൊക്കെ പറയുമ്പോഴേക്കും ബീരാൻ ഇങ്ങനെ തലയും കുമ്പിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും അശോകൻ അങ്കിള് പറയുന്നുണ്ട്, ഹാ നിങ്ങളപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലേ, ശരി എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി രേവതിനോടായിട്ട് പറയുന്നുണ്ട്, രേവതി ഇത്രയും വലിയൊരു പ്രതിഭ നമ്മുടെ ഫാമിലിയിലോട്ട് വന്നു ചേർന്നിരിക്കുകയാണ്, അതുമാത്രമല്ല ഇങ്ങേർക്ക്
ഇങ്ങനെ നമുക്ക് വേണ്ട വിധത്തിലൊന്ന് സൽക്കരിക്കണ്ടേ? അപ്പോൾ രേവതി പറയുന്നുണ്ട്, വേണം സച്ചിയേട്ടാ, ഭയങ്കര മഹാപ്രതിഭയല്ലേ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഏതായാലും നമ്മുടെ വീട്ടിലുള്ള ആരും ഈ ബിരിയാണിക്ക് കണ്ടിട്ടില്ല, നമുക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി വേണ്ട വിധത്തിലൊന്ന് സൽക്കരിക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതിയും അത് സമ്മതിക്കുവാണ് കേട്ടോ. അപ്പോൾ ബീരാൻ പറയുന്നുണ്ട്, അല്ല ഇവിടെ ചടങ്ങുകളൊക്കെ ഇനിയും ബാക്കി കിടക്കുക. അപ്പോൾ അശോകനങ്ങൾ പറയുന്നുണ്ട്, ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവല്ലേ, അനുഗ്രഹവും ദക്ഷിണയൊക്കെ കൊടുത്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങും, നിങ്ങളൊന്ന് വീട്ടിലൊക്കെ പോയി കണ്ടിട്ട് വാ, ഏതായാലും എനിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റിയില്ലടാ രവീനെ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അശോകനങ്ങൾ. അപ്പോൾ സച്ചി പറയും, അതൊക്കെ ഞാൻ തീർത്തു കൊടുക്കാം അശോകനങ്ങളെ, ഞാൻ ഇപ്പം തന്നെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയി ഈ ബീരാനിക്ക് ഫെബിൻ്റെ മാമനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബീരാനെയും കൂട്ടി സച്ചിയും രേവതിയും കാറി കയറി പോവുകയാണേ. പോകുന്ന വഴിയിൽ സച്ചി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴേക്കും ബീരാൻ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം സച്ചി, ഞാൻ സാഹചര്യം കൊണ്ട് അങ്ങനെയൊക്കെ അഭിനയിച്ചു പോയതാണെന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇനിയെങ്കിലും ഞങ്ങളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നു എന്ന് പറയുമ്പോഴേക്കും ഇളയച്ചൻ പറയുന്നുണ്ട്, ഞാൻ പറയാം സച്ചി, എല്ലാം തുറന്നു പറയാമെന്ന് പറയുവാണ്. എന്നിട്ട് സച്ചിയുടെയും രേവതിയുടെയും കൂടെ കാറി കയറുവാണ് ബീരാനിക്ക. അങ്ങനെ നേരെ ഇവരുടെ വണ്ടി ചന്ദ്രോദയത്തിലോട്ട് എത്തുവാണ്. ശ്രുതി നടന്ന സംഭവങ്ങളൊന്നും അറിയാതെ ചന്ദ്രോദയത്തിൽ നല്ല സന്തോഷത്തിലിരിക്കുവാണ്. അപ്പോൾ ബീരാനിക്കയെ പുറത്ത് നിർത്തിയിട്ട് സച്ചിൻ രേവതിയും കൂടി അകത്തോട്ട് കയറിയിട്ട് എല്ലാവരെയും ഹോളിലോട്ട് വിളിച്ചിരുത്തുവാണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്താ അമ്മേ, മനുഷ്യനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഷോറൂം തുറക്കാൻ പോകാമെന്ന് വെച്ചിരിക്കുമ്പോഴാണ് ഇവൻ ഇങ്ങനെ വിളിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, നീ പോയി കിടന്നോടാ, അവന് വേറെ പണിയില്ല, ഇവൻ ഇടയ്ക്കിടയ്ക്കുള്ളതാ ഇങ്ങനെ വിളിച്ചു കൂട്ടില്ലെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, എൻ്റെ ചന്ദ്രേ, സച്ചി അങ്ങനെ ഒരു കാര്യമില്ലാതെ എല്ലാവരും ഇങ്ങനെ ഹോളിലോട്ട് വിളിച്ചിരുത്തില്ലല്ലോ, എന്തെങ്കിലും പറയാനുണ്ടാവും. അപ്പോൾ സച്ചി പറയും, അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇന്നിവിടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കാൻ പോവാന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, ചടങ്ങോ, എന്ത് ചടങ്ങ്? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതൊക്കെയുണ്ട്, ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു മുഖ്യ അതിഥിയും എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, മുഖ്യാതിഥിയോ, ഏത് മുഖ്യാതിഥി, നീ എന്തൊക്കെയാടാ സച്ചി ഈ പറയുന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല അച്ഛാ, ഇനി പറയാനുള്ളതൊക്കെ ആ മുഖ്യാതിഥി പറഞ്ഞു തരും എന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ വീണ്ടും ചോദിക്കും, ആരാ സച്ചി ആ മുഖ്യാതിഥി എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, ഇളയച്ചൻ എന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, ഇളയച്ചനോ, ഏതിളയച്ചൻ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ തന്നെ കാണ്, രേവതി എവിടെ ഇളയച്ചൻ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, പുറത്ത് നിൽക്കുന്നുണ്ട് സച്ചിയേട്ടാ എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ഉറക്കെ വിളിക്കുകയാണ്, ഇളയച്ച ഇങ്ങോട്ടേക്ക് കയറി പോരൂ എന്ന് പറയുവാണേ. അപ്പോഴേക്കും നമ്മുടെ ബീരാനിക്ക ചന്ദ്രോദയത്തിൻ്റെ വാതിക്കൽ ഇങ്ങനെ പേടിച്ച് പതുങ്ങി പരിങ്ങി വന്ന് നിൽക്കുവാണ്. ശ്രുതിക്ക് ബീരാനിക്കയെ കാണുമ്പോഴേക്കും അങ്ങോട്ട് ഭയങ്കര ഷോക്കാവുകയാണ്, ഇയാളെന്താ ഇവിടെ എന്നിങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ശ്രുതിയുടെ മനസ്സിൽ വരികയാണ്. അപ്പോൾ രവീന്ദ്രനും എല്ലാവരും ഇങ്ങനെ വാതിക്കൽ നിൽക്കുന്ന ബീരാൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ചന്ദ്രക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവാണ്. ഇതാര്, നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനല്ലേ, ഇതെന്താ വാതിക്കൽ തന്നെ നിൽക്കുന്നത്, അകത്തോട്ട് കയറി വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടി ഭയങ്കര സന്തോഷത്തിൽ ഇളയച്ചൻ്റെ അടുത്തോട്ട് പോയിട്ട് അകത്തോട്ട് വിളിച്ചുകൊണ്ടും വരുന്നുണ്ട്. ഇളയച്ചൻ ഒന്നും മിണ്ടുന്നുമില്ല, ആരെയും നോക്കുന്നുമില്ല, തലയും കുമ്പിട്ടിങ്ങനെ അകത്തോട്ട് കയറി വരുവാണ്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, വരുന്ന കാര്യം ശ്രുതി ഒന്ന് പറഞ്ഞു പോലും ഇല്ലല്ലോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതാ ഞാനും ആലോചിക്കുന്നത്, ശ്രുതി എന്താ എന്നോട് ഇളയച്ചൻ വരുന്ന കാര്യം പറയാത്തെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പേടിച്ച് വരണ്ട് പറയുന്നുണ്ട്, എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ശ്രുതി, അതാ ഞാൻ പറയാത്തെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ബിസിനസ് ഡെവലപ്പ് ചെയ്യണതിനെ പറ്റി ശ്രുതി സംസാരിച്ചായിരുന്നല്ലേ ഇളയച്ചനോട്, അതിൻ്റെ ഉള്ള കാശുമായിട്ടായിരിക്കും ഇളയച്ചൻ വന്നത്, വാ ഇളയച്ച ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഇളയച്ചനെയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഇരിക്കുവാണ് ശ്രുതി. ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇളയച്ചനെ കാണുമ്പോഴേക്കും. ശ്രുതിയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ടെൻഷനിലും ഇങ്ങനെ നിൽക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.